ഇനി ബെറ്റർ ലൈഫ് സ്പെഷ്യൽ. നമുക്ക് ചുറ്റും പലപ്പോഴും വളരെയേറെ സാമ്യവും സാദൃശ്യമൊക്കെ ഉള്ള ഇരട്ടക്കുട്ടികളെ നിങ്ങൾ കണ്ടു കാണുമല്ലോ. അതിൻ്റെ പിന്നിൽ ഒരു ഹയർ എൻഡ് ടെക്നോളജി തന്നെ പ്രവർത്തിച്ചിട്ടുണ്ട്. അത് വളരെ സൂക്ഷ്മതയോടുകൂടിയും വളരെ പെർഫെക്റ്റായിട്ട് ഈ കുട്ടിയുടെ ഡെവലപ്മെൻറ്റ്സ് ദൈവം പ്രോഗ്രാം ചെയ്തിരിക്കുന്നത്. ഈ കുട്ടിക്ക് വേണ്ട ആഹാരങ്ങൾ, ഈ രണ്ട് കുട്ടികൾക്കും വേണ്ട ഓക്സിജന്, ആഹാരങ്ങൾ, അവരുടെ മലമൂത്ര വിസർജനങ്ങളൊക്കെ പോകാനുള്ള പ്രത്യേക വഴികളും പ്രത്യേക സൗകര്യങ്ങളും എല്ലാം ഈ അമ്മയുടെ ഗർഭപാത്രത്തിൽ ദൈവം അറേഞ്ച് ചെയ്തിട്ടുണ്ട്. രണ്ട് തരത്തിലുള്ള ട്വിൻസുകളാണ് നമ്മൾ കാണുന്നത്. ഒന്ന് ഐഡൻറ്റിക്കൽ ട്വിൻസ് എന്ന് പറഞ്ഞാൽ രണ്ട് കുട്ടികൾക്കും വളരെയേറെ സാദൃശ്യമുള്ളതായിരിക്കും. രണ്ടും ഒരേ സെക്സ് ഉള്ള കുട്ടികളായിരിക്കും. ഒന്നുകിൽ ആൺകുട്ടികളായിരിക്കും അല്ലെങ്കിൽ പെൺകുട്ടികളായിരിക്കും. ഈ ഐഡൻറ്റിക്കൽ ട്വിൻസ് ഉണ്ടാകുന്നത് ഒരു ഭ്രൂണം ഡിവൈഡ് ചെയ്ത് രണ്ട് കോശങ്ങളായി മാറി അത് ഡിവൈഡ് ചെയ്താണ് ഉണ്ടാകുന്നത്. അങ്ങനെയുള്ളവരെ ഐഡൻറ്റിക്കൽ ട്വിൻസ് വേണം. അതിന് ചിലപ്പം രണ്ടിനും പ്രത്യേക പ്ലാസൻ്റ കാണും, അല്ലെങ്കിൽ ഒരു പ്ലാസൻ്റ മാത്രമേ കാണത്തുള്ളൂ. എന്നാൽ ഫെർട്ടേണൽ ട്വിൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് സെപ്പറേറ്റ് രണ്ട് ഓവമുണ്ടാകും, രണ്ട് സ്പേമും കൂടി രണ്ട് ഫെർട്ടിലൈസ് ചെയ്ത ഭ്രൂണമാണ്. അത് വളർന്നു വരുന്നതിനാണ് പ്രത്യേക പ്ലാസൻ്റകളെല്ലാം കാണും. അതാണ് ഫെർട്ടേണൽ ട്വിൻസ്. അത് ആണുമാകാം പെണ്ണുമാകാം. ഈ അടുത്ത കാലത്ത് നിങ്ങൾ പത്രത്തിൽ കൂടി കേട്ട് കാണും, മലപ്പുറത്ത് ഒരു ഗ്രാമമുണ്ട്, കുടിഞ്ഞി എന്ന ഗ്രാമം. ഈ ഗ്രാമം ഇന്ന് ലോക മാപ്പിലെത്തിയിരിക്കുകയാണ്. എങ്ങനെയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ ഒരു ചെറിയ ഗ്രാമത്തിൽ ഏറ്റവും കൂടുതൽ ഇരട്ട കുട്ടികളുള്ള നാടാണ്. ഏകദേശം 400ഓളം കുട്ടികൾ ആ ഗ്രാമത്തിൽ ഉണ്ട്. കുടിഞ്ഞിയെക്കുറിച്ചൊരു ഒറ്റൊരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, പറയപ്പെടുന്നത് ഈ കുടിഞ്ഞിയിലുള്ള കുട്ടികൾ വേറെ ഏതെങ്കിലും സ്ഥലത്ത് വിവാഹം കഴിച്ചു കഴിഞ്ഞാലും അവർക്കും ഉണ്ടാകുന്ന കുട്ടികൾ ഇരട്ടക്കുട്ടികളുടെ സാധ്യത കൂടുതലാണെന്നാണ് പറയപ്പെടുന്നത്. ലോകത്തെ ഏറ്റവും കൂടുതൽ ഇരട്ടക്കുട്ടികളുള്ളത് നൈജീരിയയിലാണ്. പറയപ്പെടുന്നത് അവിടെ കസാവ എന്ന് പറഞ്ഞ ആ ഫുഡ്, അല്ലെങ്കിൽ നമ്മുടെ നാട്ടിൽ കാണുന്ന മധുരക്കിഴങ്ങ് പോലെയുള്ള ഒരു ഫുഡാണ്. ഇതിൻ്റെ അകത്ത് നാച്ചുറൽ ഫൈറ്റോ ഈസ്ട്രജൻ എന്ന് പറഞ്ഞ സാധനമുണ്ട്. അതുകൊണ്ടാകാം ഏറ്റവും കൂടുതൽ കസാവ ഉണ്ടാക്കുന്ന രാജ്യം നൈജീരിയയാണ്. ഏറ്റവും കൂടുതൽ ഇരട്ടക്കുട്ടികളുള്ള രാജ്യവും നൈജീരിയയാണ്. അമേരിക്കയിൽ ഒഹായോ സ്റ്റേറ്റിൽ ഒരു സ്ഥലമുണ്ട്. ആ സ്ഥലത്തിൻ്റെ പേരിട്ടേക്കുന്നത് തന്നെ ട്വിൻസ്ബർഗ് എന്നാണ്. ഈ ട്വിൻസ്ബർഗ് 1977 മുതൽ എല്ലാ കൊല്ലവും ഓഗസ്റ്റ് വീക്കെൻഡിൽ ജനങ്ങളെല്ലാം ഒത്തുകൂടും. ട്വിൻസുകളായിട്ടുള്ളതും ട്രിപ്പിളായിട്ടുള്ളവരെല്ലാം ഒത്തുകൂടും. ഈ കഴിഞ്ഞ കൊല്ലം ഏകദേശം 3000ഓളം ഫാമിലികൾ, ഇരട്ടക്കുട്ടികൾ അവിടെ എത്തിക്കൊണ്ട് ലോകത്ത് വലിയൊരു ഉത്സവമാണ് അവർക്കത്. എന്തുകൊണ്ടാണ് ഈ ട്വിൻസുകൾ ഉണ്ടാകാൻ കാരണം പറയപ്പെടുന്നത്, ഒന്ന്, ഈ ഇൻഫെർട്ടിലിറ്റിയുടെ ട്രീറ്റ്മെൻറ്റായിട്ട് പലതരത്തിലുള്ള മരുന്നുകൾ കഴിക്കുന്നത് കൊണ്ട് കൂടുതലായിട്ട് ഓവത്തെ സ്റ്റിമുലേറ്റ് ചെയ്യും. ഒന്നിൽ കൂടുതൽ ഓവം ഉണ്ടായി അത് പ്രഗ്നൻസി ഉണ്ടാകും. അതേപോലെ ടെസ്റ്റ് ട്യൂബ് ശിശുക്കൾ അത് ഉണ്ടാകാൻ വേണ്ടി ഒന്നിൽ കൂടുതൽ ഓവത്തെ തന്നെ, അല്ലെങ്കിൽ ഫെർട്ടിലൈസ്ഡ് എഗ്ഗിനെ തന്നെ അതിൻ്റെ അകത്ത് നിക്ഷേപിക്കുന്നത് മൂലമാകാം. അതല്ലെങ്കിൽ നമ്മൾ ഏതെങ്കിലും ഓറൽ കോൺട്രസെപ്റ്റീവ് പിൽസ് കഴിഞ്ഞ് ഇമ്മീഡിയറ്റ്ലി പ്രഗ്നൻ്റ് ആകുകയാണെങ്കിലും ഇതിന് സാധ്യതയുണ്ട്. അതല്ലെങ്കിൽ 40 വയസ്സിന് മേലിൽ ഉള്ള ഒരമ്മ പ്രഗ്നൻ്റ് ആയാൽ 5 ഇരട്ടി ചാൻസാണ് ട്വിൻ പ്രഗ്നൻസി ഉണ്ടാകുക. ആ സമയത്ത് ഓവുലേഷൻ്റെ ഉള്ള ഡിഫറൻസ് കൊണ്ടാണ് ട്വിൻ പ്രഗ്നൻസി ഉണ്ടാകാനുള്ള സാധ്യത ഇവരിൽ കൂടുതലാണ്. അതല്ലെങ്കിൽ ആദ്യത്തെ ജനറേഷൻ, ഉദാഹരണത്തിന് ഒരു അമ്മ, ഒരു ട്വിൻസിൻ്റെ അമ്മയുടെ ഉണ്ടാകുന്ന കൊച്ചിന് ട്വിൻസ് ആകാനുള്ള സാധ്യത കൂടുതലാണ്. അതേപോലെ തന്നെ ആദ്യത്തെ പ്രഗ്നൻസിയിൽ ഒരു ട്വിൻസ് ഉണ്ടായെങ്കിൽ ആൾക്ക് പിന്നീടുള്ള പ്രഗ്നൻസിയിലും ഇരട്ടകൾ ഉണ്ടാകാനുള്ള സാധ്യതകൾ വളരെ കൂടുതലാണ്. പല സെലിബ്രിറ്റീസിനും ഒക്കെ ഇരട്ടക്കുട്ടികളുള്ളവരാണ്. നമുക്കറിയാം, ബ്രിട്ടനിലെ പഴയ പ്രൈം മിനിസ്റ്ററായിരുന്ന മാർഗരറ്റ് താച്ചറിന് ഇരട്ടക്കുട്ടികളുണ്ട്. ജോർജ് ബുഷിന് ഒരു ഇരട്ടക്കുട്ടികളാണ്. ഇവിടെ മുഹമ്മദ് അലി
മുഹമ്മദ് അലിക്ക് 2 പിള്ളേരുണ്ട്. അവർ രണ്ടുപേരും ബോക്സേഴ്സൊക്കെയാണ്. അവരും ഇരട്ടക്കുട്ടികളാണ്. അഞ്ജലീന ജോളിക്ക് ഇരട്ടക്കുട്ടികളാണ്. മറ്റൊരു ഇരട്ടക്കുട്ടികളാണ് ഷേക്സ്പിയറിന് 2 ഇരട്ടക്കുട്ടികളാണെന്നാണ് പറയപ്പെടുന്നത്. ഇന്ന് ഗെയിംസുകളിലൊക്കെ നോക്കിയാൽ ഇരട്ടകൾ തന്നെ കളിക്കുന്ന പല ഗെയിംസുകളുമുണ്ട്. ഒന്ന് നമ്മുടെ ഓസ്ട്രേലിയയിലെ ക്രിക്കറ്റ് താരങ്ങളായ മാർക്ക് വോയും സ്റ്റീവ് വോയും രണ്ടുപേരും ഒരേ സമയത്ത് കളിക്കുന്നവരായിരുന്നു. അവർ ഇരട്ടകളായിരുന്നു. നമ്മുടെ കോട്ടയംകാരനായ ജയവിജയന്മാരുണ്ട്, പാട്ടുകാരാണ്. അവർ ഇരട്ടകളായിരുന്നു. 2012 ഒളിമ്പിക്സ് ജേതാവായ ടെന്നീസ് താരം ബ്രയൻ ബ്രദേഴ്സ് അവരെല്ലാം ഇരട്ടകളാണ്. ബീ ജീസിൻ്റെയൊക്കെ പാട്ടുകാരൊക്കെ ഉണ്ട്, ഇരട്ടകൾ ട്വിൻ ബ്രദേഴ്സൊക്കെ ഉണ്ട്. പലരും ഇരട്ടകൾ നമ്മുടെ സമൂഹത്തിൽ കാണാം. ഈ ട്വിൻസിന് ചില പ്രത്യേകതകളുണ്ട്. ഈ വളരെ കാലം അമ്മയുടെ ഗർഭപാത്രത്തിൽ ഒന്നിച്ച് കിടക്കുന്നുണ്ടായിരിക്കും. അവർക്ക് പ്രത്യേക തരത്തിലുള്ള ലാംഗ്വേജ് കമ്മ്യൂണിക്കേഷൻ 40% ആൾക്കാർക്കും അവർ അങ്ങോട്ടും ഇങ്ങോട്ടും നമ്മൾക്ക് മനസ്സിലാകത്തില്ല, അവർക്ക് തന്നെ ഒരു പ്രത്യേകതരം ലാംഗ്വേജിൽ കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും കമ്മ്യൂണിക്കേറ്റ് ചെയ്യും. കുട്ടികളൊക്കെ പലപ്പോഴും കാണുന്ന 37 വീക്സിന് മുമ്പേ കുറച്ച് പ്രിമച്ചുറായിട്ടായിരിക്കും ജനിക്കുന്നത്. ഈ കുട്ടികളുടെ വെയ്റ്റുകൾ ഏകദേശം 2 കിലോയിൽ താഴെയായിരിക്കും, 5 പൗണ്ടിൽ താഴെയായിരിക്കും ഇവരുടെ വെയ്റ്റ്. പിന്നെ ഇവർക്ക് സംസാരത്തിന് പല കുട്ടികൾക്കും ഡിലേ ഉണ്ടാകും. മൈൽ സ്റ്റോൺസൊക്കെ കുറച്ച് ഡിലേ ഇവരിൽ കണ്ടുവരുന്നു. ഇവർ തന്നെ വളരെ അങ്ങോട്ടും ഇങ്ങോട്ടും വളരെ ഇഷ്ടം അല്ലെങ്കിൽ ഒരു ആത്മാർത്ഥ സ്നേഹം നമ്മൾ ഈ ട്വിൻസിൽ പലപ്പോഴും നമ്മൾ കാണാറുണ്ട്. പലരുടെയും ട്വിൻസിൽ ഈജ് എടുത്തു കഴിഞ്ഞാൽ ഒരുപോലെ ഇരിക്കും ഈജ്. അങ്ങനെ ചില പ്രത്യേകതകൾ നമ്മൾ ഈ ട്വിൻസിൽ കാണാറുണ്ട്. പലപ്പോഴും മനുഷ്യർ പലപ്പോഴും തിരിച്ചറിയാനായിട്ട് ബുദ്ധിമുട്ടുണ്ടാകും. എന്നാൽ ഈ ഐഡൻറ്റിക്കൽ ട്വിൻസിനെയൊക്കെ കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ പട്ടികൾക്കൊക്കെ വളരെ പെട്ടെന്ന് ഏതാണ് എന്ന് തിരിച്ചറിയാനുള്ള ശക്തിയുണ്ട്. മറ്റൊരു കാര്യം, പലതരത്തിലുള്ള റിസർച്ചുകൾക്കെല്ലാം ഈ ട്വിൻസുകളെ പലതരത്തിലുള്ള പ്രയോജനങ്ങൾ സയൻറ്റിഫിക് വേൾഡ് കണ്ടിട്ടുണ്ട്.